അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കേരള പോലീസ് ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി മട്ടന്നൂർ പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ക്വിസ് മത്സരം, ഉപന്യാസ രചന, പോസ്റ്റർ രചന മത്സരങ്ങളാണ് നടന്നത്. മട്ടന്നൂർ, കൂടാളി, പട്ടാന്നൂർ, എടയന്നൂർ, ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലായിരുന്നു ലഹരിക്കെതിരായ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പരിപാടികൾ. സിവിൽ പോലീസ് ഓഫീസർമാരായ ഇസ്മയിൽ, ജോഷ്മ, നിതീഷ്, ശ്രുതി എന്നിവർ നേതൃത്വം നൽകി. വിവിധ സ്കൂളുകളിലെ അധ്യാപകരും പങ്കാളികളായി. സ്കൂൾ തല വിജയികളെ പങ്കെടുപ്പിച്ച് സ്റ്റേഷൻ തല മത്സരങ്ങളും സംഘടിപ്പിച്ചു. മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ നടന്ന ചിത്രരചന ക്വിസ് മത്സരം ഇൻസ്പെക്ടർ എ ബിനു ഉദ്ഘാടനം ചെയ്തു. എല്ലാ നിയമത്തിലും മനുഷ്യനെ പിടിച്ച് തൂക്കിക്കൊല്ലാൻ പറ്റുമോ? ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നാ പറയുന്നത്. പക്ഷേ NDPS ആക്ട് പ്രകാരമുള്ള കേസിനാണെങ്കിൽ ഒരു കുഴപ്പമെന്നുള്ളത് ക്യാപിറ്റൽ പണിഷ്മെന്റ്, അതായത് വധശിക്ഷ പോലും വിധിക്കാൻ പറ്റുന്ന അത്രത്തോളം ദൃഢമായിട്ടുള്ളൊരു നിയമമാണ്. എന്തുകൊണ്ട് അത്രത്തോളം ദൃഢമാക്കിയെന്ന് ചോദിച്ചാൽ അത്രത്തോളം ദുരന്തമാണ് കുടുംബത്തിനും സമൂഹത്തിനും ഭരണകൂടത്തിനും രാജ്യത്തിനും ഇത് വരുത്തിവെക്കുന്നത്. അതുകൊണ്ടാണ് അത്രത്തോളം ദൃഢമാക്കിയിരിക്കുന്ന ഒരവസ്ഥ. ഒരു വിമാനം നമുക്ക് വെടിവെച്ച് വീഴ്ത്താൻ പറ്റുമോ? എന്നാൽ NDPS ആക്ട് പറയാൻ വെടിവെച്ച് വീഴ്ത്താം. കാര്യം ആ വിമാനത്തിനകത്ത് ഈ സാധനം കൊണ്ടുപോകണമെങ്കിൽ അതും വെടിവെച്ചിടാം. ഓക്കെ, അപ്പൊ അത്രത്തോളം വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നിയമമാണ് NDPS ആക്ട്. മട്ടന്നൂർ, കൂടാളി, പട്ടാന്നൂർ, എടയന്നൂർ, ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. SI-മാരായ അഞ്ജു തങ്കച്ചൻ, നൌഷാദ് മൂപ്പൻ, C പ്രദീപൻ എന്നിവർ പ്രസംഗിച്ചു. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തിൽ മട്ടന്നൂരിൽ ലഹരിവിരുദ്ധ റാലിയും ഫ്ലാഷ് മോബും സംഘടിപ്പിക്കും. ഏജനറ്റ് ന്യൂസ്, മട്ടന്നൂർ.